ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു അടിപൊളി മരുന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പയർ ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വയർ നന്നായിട്ട് വീർത്തിരിക്കുക. അതുപോലെ നമുക്ക് ആ ടൈമിൽ നമുക്ക് വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരിക. അപ്പോൾ ഈ ഗ്യാസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി മരുന്നാണ്. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ ചിലർക്ക് അതുപോലെ തന്നെ നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കുടിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാൻ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്താലാണ് നമുക്കതിന് കുറച്ചെങ്കിലും അതിൻ്റെ നീര് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ ജ്യൂസാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ കാരണം കുറേ എടുത്താലാണ് നമുക്ക് കുറച്ചെങ്കിലും അതിൻ്റെ നീര് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തത്. അപ്പോൾ ഇഞ്ചി വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു കഷ്ണം കൂടി ആക്കിയിട്ട്, അതായത് ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. അതുപോലെ വെളുത്തുള്ളി വേണമെങ്കിൽ ചെറിയ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും എടുത്താലാണ് നമുക്ക് 2 സ്പൂണെങ്കിലും നമുക്കിതിൻ്റെ നീര് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതലും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയുടെ അളവും കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. കാരണം നമുക്കതിന് നീര് കിട്ടണമെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലും എടുക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലും കുറച്ച് 2 സ്പൂണെങ്കിലും നമുക്ക് വേണമല്ലോ അത് കുടിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് ഇല്ലാതെ ആ നീര് മാത്രം നമുക്ക് മതി കേട്ടോ. ആ നീര് മാത്രം എടുക്കാം. എന്നിട്ട് ബാക്കി അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു വേസ്റ്റ്, ആ ചണ്ടി ആ സംഭവം ഉണ്ടാവില്ല, അത് നമുക്ക് കറിയിലൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. കറിയിലൊക്കെ യൂസ് ചെയ്യാം, അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം അതിൻ്റെ നീര് മാത്രം മതി. അപ്പോൾ നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഇത് തനിയെ നമ്മൾ കുടിക്കാൻ പാടില്ല. അങ്ങനെ തനിയെ കുടിച്ചാൽ നമ്മുടെ നെഞ്ചും വയറൊക്കെ നന്നായിട്ട് നീറിപ്പോവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 1 ടേബിൾ സ്പൂണോളം 1-2 ടേബിൾ സ്പൂൺ നമുക്ക് തേൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരിക്കലും ഇത് തനിയെ കുടിക്കരുത്, കാരണം തനിയെ കുടിച്ചാൽ നമുക്ക് സാധിക്കില്ല. കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പുകച്ചതായിരിക്കും, നമ്മുടെ വയറും നെഞ്ചൊക്കെ നന്നായിട്ട് നീറും. അതുകൊണ്ട് തേൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം തേൻ ആഡ് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും കുടിക്കരുത്. നിങ്ങൾക്ക് തേൻ എത്ര വേണമെങ്കിലും കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കുടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വായും നെഞ്ചും വയറൊക്കെ നന്നായിട്ട് നീറും. കാരണം വെളുത്തുള്ളി ഇഞ്ചി എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് അത് തനിയെ ഒരിക്കലും കുടിക്കരുത്. നിങ്ങൾ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും അളവൊന്നും ഒന്നായി കുടിക്കേണ്ട, ഒരു 2 സ്പൂണൊക്കെ വെച്ച് കുടിച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരുപാട് ഗ്യാസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ 2 നേരം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തേൻ ആഡ് ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ നീരും ഡയറക്റ്റ് കുടിക്കരുത്. നിങ്ങൾ തേൻ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് കുടിക്കുക. കാരണം അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് കുടിക്കാനും തോന്നും, നമ്മുടെ ഗ്യാസ് പ്രോബ്ലം മാറും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി പറഞ്ഞൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരിക്കലും ഡയറക്റ്റ് കുടിക്കരുത്, തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം കുടിച്ചാൽ മതി കേട്ടോ. ഇത് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗ്യാസ് ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല വിശപ്പ് തോന്നും കേട്ടോ ഇത് കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഒരുപാട് പേര് ഗ്യാസ് പ്രോബ്ലം അതുപോലെ നെഞ്ചിരിച്ചിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരുണ്ടാവാം. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.